ഭരണകക്ഷി എം.എൽ.എ. നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് പോലീസിലെ ചിലർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബന്ധപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിയെ. ADGP M.K. അജിത് കുമാർ ഒരു ക്രിമിനലാണെന്നും അദ്ദേഹം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിരന്തരം ഏർപ്പെടുന്നുവെന്നും മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്താൻ അദ്ദേഹത്തിന് സൈബർ സംവിധാനമുണ്ടെന്നുമൊക്കെയാണ് പി.വി. അൻവർ ആരോപിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ കോളിളക്കമുണ്ടാക്കുന്ന ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിർത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം വിശദീകരിച്ചത്, മാധ്യമങ്ങളോടും പറഞ്ഞത്. അപ്പോൾ ഇതൊരു കോളിളക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. M.K. അജിത് കുമാറും അതേപോലെ അടുത്ത കാലത്ത് മലപ്പുറത്ത് പോലീസ് സൂപ്രണ്ടായിട്ടിരിക്കെ സ്ഥലം മാറി പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടായിട്ട് വന്ന ഈ പറയുന്ന SP സുജിത് ദാസും ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്. കാരണം ഈ സുജിത് ദാസ് അദ്ദേഹം മലപ്പുറം SP ആയിട്ടിരിക്കെ പോലീസ് വളപ്പിലെ മരം മുറിച്ച് കടത്തിയതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ സത്യാഗ്രഹം വരെ ഇരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം അദ്ദേഹത്തെ പത്തനംതിട്ട SP ആയിട്ട് നിയോഗിച്ചെങ്കിലും പുള്ളി കുറച്ച് ദിവസത്തേക്ക് അവധിയിൽ പോയി. അപ്പോൾ ഇത് പോലീസ് തലപ്പത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കാലം, ഇത്രയും കാലം മനസ്സിലാക്കിയത്, പോലീസ് തലപ്പത്ത് എപ്പോഴും ചിലരൊക്കെ സംഘപരിവാറിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട്. പേരുകൾ പറയേണ്ടതില്ല, നമുക്ക് അറിയാവുന്ന പേരുകളാണ്. റിട്ടയർ ചെയ്ത IPSകാരും സർവീസ് ഇരിക്കുന്നവരും, പിന്നെ പോലീസ് സേനയിൽ തന്നെ ഒരു ഫീഡർ സെല്ലുണ്ട്. RSS BJP സംഘപരിവാർ അജണ്ടയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീഡർ സെല്ല്, കൃത്യമായ ശക്തമായൊരു സെല്ല് പോലീസ് സേനയിലുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഈ ഗവൺമെൻറ്റിനെ, LDF ഗവൺമെൻറ്റിനെ, പിണറായി സർക്കാരിനെ എവിടെ എങ്ങനെയൊക്കെ നാളം കെടുത്താൻ പറ്റുമോ അതിനൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഫീഡർ സെല്ലാണ് പോലീസിലെ സംഘപരിവാർ സെല്ലെന്ന് പറയുന്നത്. അവർ വളരെ ശക്തരാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ അവർ എവിടെ വരെ കടന്നു ചെല്ലും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമോ എന്ന ഗൗരവമുള്ള ചോദ്യമാണ് പി.വി. അൻവർ ഉന്നയിക്കുന്നത്. പി.വി. അൻവർ പലപ്പോഴും തുറന്നടിക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്, ഇനിയും പലതും പുറത്തുവിടാനുണ്ട്. ഇപ്പോൾ തന്നെ ഈ സുജിത് ദാസിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ, അതുപോലെ മറ്റു ചില തെളിവുകൾ, അദ്ദേഹം ഓഡിയോ ടേപ്പുകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. തൻ്റെ ഇനിയും കൂടുതൽ തെളിവുകളുണ്ട്. ഈ M.K. അജിത് കുമാർ എന്ന് പറയുന്ന ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP ക്രിമിനലാണെന്നും അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനാണ് പഠിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പം ഞങ്ങൾക്കിതിനകത്ത് പറയാനുള്ളത്, ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു ഗവൺമെൻറ് ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന്. പോലീസിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടോ? മന്ത്രിമാരുടെ വരെ ഫോൺ കോളുകൾ ഒരു ADGP ചോർത്തുന്നുണ്ടോ? അദ്ദേഹം വ്യക്തമായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ് ആരോപണം. അപ്പോൾ അത് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പിന്നെ പി.വി. അൻവർ MLA CPM-ൽ 2ാം തവണ എവിടെയൊന്നും ജയിച്ചു വന്ന MLA ആണ്. അപ്പം ഇതിനിടയ്ക്ക് ഇന്നത്തെ വെളിപ്പെടുത്തലോടുകൂടി പി.വി. അൻവർ ലീഗിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, യൂട്യൂബ് ചാനലുകൾ അടുത്ത കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നല്ല മറുപടി പി.വി. അൻവർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. ചില യൂട്യൂബ് ചാനലിൽ അൻവർ ലീഗിലേക്ക്, അതാണിപ്പോൾ ഈ പൊട്ടിത്തെറി. അതിന് അൻവർ മറുപടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷം CPM വിട്ടു പോകില്ല, ഈ പറയുന്നവരൊക്കെ അങ്ങ് പറഞ്ഞോട്ടെ, അതിനകത്തൊന്നും കാര്യമില്ല, അവരൊക്കെ തന്തയ്ക്ക് പിറന്നവരല്ല, ഞാൻ തന്തയ്ക്ക് പിറന്നതാണ് എന്ന് പി.വി. അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹം CPM വിട്ടു പോകുന്നില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കുറ്റം പറയുന്നില്ല, അദ്ദേഹം പി. ശശിയെ ചൂണ്ടി കുറ്റം പറയുന്നു, അതുപോലെ അജിത് കുമാറിനെ ADGPയെ കുറ്റം പറയുന്നു, അതേപോലെ പോലീസ് സേനയിലെ ചില ലിങ്കുകൾ, പിന്നെ ഈ പറയുന്ന മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ, ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന, കോളിളക്കമുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് പി.വി. അൻവർ MLA, നിലമ്പൂർ MLA നടത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി
വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ പറയാനുള്ളത്. കാരണം ഒരു മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നാണം കെടുത്താൻ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ? നീക്കം പലപ്പോഴും നടന്നിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസ് ഗ്രീൻ ചാനലിലൂടെ, നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തി എന്ന് പറയുന്ന കേസ്, സ്വപ്ന സുരേഷ് കേസുകൾ, കാര്യങ്ങൾ, മറ്റേത് മറിച്ച് ശിവശങ്കർ അതുവഴി മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പലതും നീക്കിയെങ്കിലും അത് മുഖ്യമന്ത്രിയിൽ ഏശിയില്ല. മുഖ്യമന്ത്രിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പിണറായി വിജയനെ. അങ്ങനെ പല ശ്രമങ്ങൾ പരാജയപ്പെട്ടിടത്താണ് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ. അപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. സർക്കാർ അതിന് തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.